ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാകാം. അത്തരത്തിലുള്ള 3 ബേസിക് കാര്യങ്ങൾ പറയാം. നമ്പർ 1, 50-30-20% റൂള്. ഇതെന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം. നമ്മുടെ സാലറിയുടെ 50%, അതായത് പകുതി മാത്രമേ നമ്മുടെ ചിലവിനായിട്ട് എടുക്കാവൂ. റെൻറ്റ്, EMI, ഗ്രോസറി ഷോപ്പിംഗ്, ഇതിനൊക്കെ. ബാക്കി 30% നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റ്, ട്രാവൽ, ജിമ്മ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂള് ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് 30%-ൽ കൂടുതൽ ഹാപ്പിനെസ്സിന് വേണ്ടി എടുക്കരുത്, അതിലങ്ങ് ഒതുക്കിയേക്കണം. അവസാനത്തെ 20% സേവിങ്സായി കരുതണം. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ട് ഒക്കെ ആയി മാറ്റി വെക്കണം. നമുക്കൊരു എമർജൻസി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം, മറ്റാരോടും ചോദിക്കേണ്ട. ഇനി രണ്ടാമത്തെ ടിപ്പ്, മന്ത്ലി ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ മാസം എത്ര ചിലവാക്കി, എത്ര സേവ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കണം. ഒന്ന് എഴുതി വെച്ചാൽ കൂടുതൽ ബെറ്ററാണ്. ഇതനുസരിച്ച് അടുത്ത മാസം എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ശ്രദ്ധിക്കുകയും വേണം. മൂന്നാമത്തെ ടിപ്പ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന സാലറി, അതായത് നമ്മുടെ ആക്റ്റീവ് ഇൻകം, ഇതല്ലാതെ എന്തെങ്കിലും ഒരു പാസീവ് ഇൻകത്തിനുള്ള വഴി കൂടി കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർ മാർക്കറ്റ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. റെൻറ്റിന് കൊടുക്കാൻ പറ്റിയ എന്താണുള്ളതെന്ന് ചിന്തിക്കുക, അതിൽ നിന്നൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക.